അടുത്ത ചോദ്യം, താഴെ പറയുന്ന ശ്രേണിയിൽ അടുത്ത സംഖ്യ ഏത്? 17, 20, 25, 32 ഡാഷ്. 17, 20, 25, 32 ഡാഷ്. അപ്പോൾ ഈ ശ്രേണിയിൽ നമ്മൾ രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസുകൾ നോക്കാം. 17, 20 തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. 20, 25 തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. 5, 32 തമ്മിലുള്ള ഡിഫറൻസ് 7 ആണ്. ഓക്കെ, നോക്കൂ, 3, 5, 7. അപ്പോൾ അടുത്ത ഡിഫറൻസ് എത്രയായിരിക്കും? 9 ആയിരിക്കും അല്ലേ? അതായത് 32 പ്ലസ് 9 ആയിരിക്കും ഇവിടെ വരിക. 32 പ്ലസ് 9 എത്രയാണ്? 41. അപ്പോൾ ഇവിടെ വരാൻ പോകുന്ന സംഖ്യ 41 ആണ്. ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, പ്ലസ് എന്നത് ഹരണത്തെയും മൈനസ് എന്നത് ഗുണനത്തെയും ഹരണം എന്നത് പ്ലസിനെയും ഇൻറ്റു എന്നത് മൈനസിനെയും സൂചിപ്പിക്കുകയാണെങ്കിൽ 48 പ്ലസ് 12 ഹരിക്കണം 15 ഇൻറ്റു 2 മൈനസ് 5 ഈക്വൽ ടു വാട്ട്? അപ്പോൾ നമുക്ക് കാണേണ്ടത് 48 പ്ലസ് 12 ഹരിക്കണം 15 ഇൻറ്റു 2 മൈനസ് 5 ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ചിഹ്നങ്ങളൊക്കെ മാറ്റം വരും. കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്ലസ് എന്നത് ഹരണത്തെയും മൈനസ് എന്നത് ഗുണനത്തെയും ഹരണം എന്നത് പ്ലസിനെയും ഇൻറ്റു എന്നത് മൈനസിനെയും സൂചിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഈ സംഖ്യ നമ്മൾ ഈ ചിഹ്നങ്ങൾ മാറ്റണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഈ സംഖ്യകൾ എടുത്ത് എഴുതുകയാണ്. 48, 12, 15, 2, 5. ഇനി ചിഹ്നങ്ങൾ മാറ്റി കൊടുക്കണം. പ്ലസ് എന്നത് എന്താണ്? ഹരണമാണ്. ഹരണം എന്താണ്? പ്ലസ് ആണ്. അടുത്ത ചിഹ്നം ഇൻറ്റു ആണ്. ഇൻറ്റു എന്നത് മൈനസ് ആണ്. അടുത്തത് മൈനസ് ആണ്. മൈനസ് എന്നത് ഇൻറ്റു ആണ്. അപ്പോൾ നമുക്കിതാണ് കാണേണ്ടത്. ഇനി ഇത് ചെയ്യുമ്പോൾ നമ്മൾ ബോർഡ് മാസ് റൂളാണ് ഉപയോഗിക്കുന്നത്. ബോർഡ് മാസ് റൂൾ, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻ. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുത്തെ ഈ ഡിവിഷൻ ചെയ്യണം. 48/12. 48ൽ എത്ര 12 ഉണ്ട്? 4 12 ഉണ്ട്. പിന്നെ ഇവിടെ പ്ലസ് 15 ഉണ്ട്. 48/12 ഇവിടെ 4 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ഈ ഓർഡറിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. 2 × 5 10 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 പ്ലസ് 15 ഉണ്ട്, പിന്നെ മൈനസ് 10. ഇനി നമ്മളിതാണ് ചെയ്യേണ്ടത്. 4 പ്ലസ് 15 19 മൈനസ് 10 9. ഫൈനൽ ആൻസർ 9 ആണ്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, രാജു ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഗോപു അതേ ജോലി ചെയ്യാൻ 30 ദിവസം എടുക്കും. എങ്കിൽ രണ്ടുപേരും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് രാജു ഒരു ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും? 20 ദിവസം എടുക്കും രാജു ജോലി ചെയ്തെടുക്കാൻ. ഗോപു ഇതേ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും? 30 ദിവസം എടുക്കും. എങ്കിൽ രണ്ടുപേരും ചേർന്ന്, രാജുവും ഗോപുവും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും എന്നാണ് നമുക്ക് കാണേണ്ടത്. നോക്കൂ, രാജു 20 ദിവസം കൊണ്ടാണ് ജോലി തീർക്കുന്നത്. അപ്പോൾ രാജു ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്കിൻ്റെ 20/1 ഒരു ദിവസം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗോപു ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ടോട്ടൽ വർക്കിൻ്റെ 30/1. ഓക്കെ, അപ്പോൾ രാജുവും ഗോപുവും ഒരു ദിവസം ചെയ്യുന്ന ജോലി എങ്ങനെ കാണാം? രാജു ഒരു ദിവസം ചെയ്യുന്ന ജോലി പ്ലസ് ഗോപു ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ W/20 പ്ലസ് W/30 ആണ്. അത് ചെയ്യുമ്പോൾ 30W പ്ലസ് 20W 50W ന്യൂമറേറ്ററിൽ വരും. ഡിനോമിനേറ്ററിൽ 20 × 30 വരും. ഓക്കെ, അപ്പോൾ നമ്മളിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ 0യും വെട്ടി 3 × 20 60 വരും ഡിനോമിനേറ്ററിൽ. അപ്പോൾ 5W/60 വരും. 5 കൊണ്ട് വെട്ടിയാൽ 60ൽ എത്ര 5 ഉണ്ട്? 12 5 ഉണ്ട്. ദാറ്റ് ഈസ് രാജു ആൻഡ് ഗോപു ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്കിൻ്റെ 12/1. ദാറ്റ് മീൻസ് അവർ രണ്ടുപേരും എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? 12 ദിവസം കൊണ്ടാണ് ജോലി ചെയ്ത് തീർക്കുക. 12 ദിവസം കൊണ്ട്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ 150 മീറ്റർ നീളമുള്ള തീവണ്ടി 450 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സെക്കൻഡ് സമയമെടുക്കും? ഒരു തീവണ്ടിയുടെ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 150 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് ട്രെയിൻ. ഓക്കെ, ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാണ്? 54 കിലോമീറ്റർ പെർ അവർ ആണ്. ഈ ട്രെയിന് ഇവിടെ ഒരു പാലമുണ്ട്, ബ്രിഡ്ജ്. പാലത്തിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 450 മീറ്റർ ആണ്, ലെങ്ത് ഓഫ് ബ്രിഡ്ജ്. ഇത് കടന്നു പോകാൻ, ഈ ട്രെയിന് ഈ പാലം കടന്നു പോകാനുള്ള സമയം ആണ് നമുക്ക് കാണേണ്ടത്. എത്ര സെക്കൻഡ് എന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ സെക്കൻഡിലാണ് നമുക്ക് സമയം കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രവേഗത്തിൻ്റെ ഇക്വേഷനിൽ നിന്ന് ടൈം ടേക്കൺ ടു ക്രോസ് ദ ട്രെയിൻ ടു ദ ബ്രിഡ്ജ് T equal to length of train plus length of bridge divided by velocity of train. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്കിവിടെ ലെങ്ത് ഓഫ് ട്രെയിൻ തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് ബ്രിഡ്ജ് തന്നിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് ട്രെയിൻ തന്നിട്ടുണ്ട്. ഇതാണ് വെലോസിറ്റി ഓഫ് ട്രെയിൻ, 54 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ട്രെയിൻ മീറ്ററിലാണ് തന്നിട്ടുള്ളത്, ലെങ്ത് ഓഫ് ബ്രിഡ്ജ് മീറ്ററിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് കാണേണ്ട സമയം സെക്കൻഡിലാണ്, പക്ഷേ വെലോസിറ്റി തന്നിരിക്കുന്നത് എന്തിലാണ്? കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പോൾ നമ്മൾ ഈ കിലോമീറ്ററിനെ മീറ്ററിലേക്കും മണിക്കൂറിനെ സെക്കൻഡിലേക്കും മാറ്റണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ്. അതുപോലെ തന്നെ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ഇൻറ്റു 60 സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാറ്റം വരുത്തി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ട്രെയിൻ 150 പ്ലസ് ലെങ്ത് ഓഫ് ബ്രിഡ്ജ് 450 ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ട്രെയിൻ 54 കിലോമീറ്ററിൻ്റെ സ്ഥാനത്ത് 1000 മീറ്റർ, ഡിനോമിനേറ്ററിൽ അവറിൻ്റെ സ്ഥാനത്ത് 60 ഇൻറ്റു 60 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഈ 60 ഇൻറ്റു 60 നമുക്ക് മുകളിലേക്ക് ആയിട്ട് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് 150 പ്ലസ് 450 എത്ര കിട്ടുക? 0 പ്ലസ് 0 0, 5 പ്ലസ് 5 10, 10 0 ഇഷ്ടം 1, 4 പ്ലസ് 1 5, 5 1 6, ന്യൂമറേറ്ററിൽ 600 ഡിവൈഡഡ് ബൈ 54 ഇൻറ്റു 1000, പിന്നെ ഈ 60 ഇൻറ്റു 60 മുകളിൽ പോകും, 60 ഇൻറ്റു 60. അപ്പോൾ നമ്മൾ ഈ 0യും 0യും ഈ 0യും 0യും വെട്ടി, ഈ 0യും ഈ 0യും വെട്ടി, 6നെയും 54നെയും വെട്ടിയാൽ 54 എത്ര ആറുണ്ട്? 9 ആറുണ്ട്. ഓക്കെ, ഇനി 9നെ 3 കൊണ്ട് വെട്ടിയാലും 3, 60നെ 3 കൊണ്ട് വെട്ടിയാൽ 20. അപ്പോൾ നമുക്ക് 20/3 ആണ് കിട്ടിയിട്ടുള്ളത്. എത്രയാണ്? ന്യൂമറേറ്റ് 20, പിന്നെ ഇവിടെ ഒരു 6 ഉണ്ട് അല്ലേ, 20 ഇൻറ്റു 6 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 20 ഇൻറ്റു 6/3 ആണ് കിട്ടിയിട്ടുള്ളത്. ഈ 3നെയും 6നെയും വെട്ടിയാൽ ഇവിടെ 2 ഉണ്ടാവും. അപ്പോൾ 2 ഇൻറ്റു 20 40 സെക്കൻഡാണ് ടൈം, 40 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണെന്ന് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം 7:5 എന്ന അംശബന്ധത്തിലാണ്. ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം എങ്കിൽ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം എത്ര? അപ്പോൾ ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണങ്ങളുടെ അംശബന്ധം തന്നിട്ടുണ്ട്. ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും എണ്ണങ്ങളുടെ അംശബന്ധം തന്നിട്ടുണ്ട്. എത്രയാണ്? 7:5 എന്ന് തന്നിട്ടുണ്ട്. ആൺകുട്ടികൾ എന്ന് വെച്ചാൽ 7x പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ 5x ആൺകുട്ടികളുണ്ടാവും, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം എങ്കിൽ, അതായത് നമ്പർ ഓഫ് ഗേൾസ് മൈനസ് ബോയ്സ്, അതാണല്ലോ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം. അതെത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 8 കൂടുതലാണ്. ഓക്കെ,
അതായത് ബോയ്സിൻ്റെ കാട്ടിലും ഗേൾസ് എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ഗേൾസ് 7x ആണ്. 7x മൈനസ് ബോയ്സ് എത്രയാണ്? 5x ആണ്. ഈക്വൽ ടു എത്രയാണ്? 8. 7x മൈനസ് 5x എത്ര? 2x ഈക്വൽ ടു 8. സോ എക്സ് എത്രയാണ്? 8/2 4. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണമാണ് നമുക്ക് കാണേണ്ടത്. ബോയ്സിൻ്റെ എണ്ണം എത്ര? 5x ആണ്. എക്സ് 4 ആണ്. അപ്പോൾ നമുക്ക് ബോയ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 5x ആണ്. ദാറ്റ് ഈസ് 5 ഇൻറ്റു എക്സ് എത്ര? 4. 5 ഇൻറ്റു 4 20. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം എത്രയാണ്? 20 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ബഷീർ 30 മീറ്റർ തെക്കോട്ട് നടന്ന ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ നടന്നു. അവൻ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ നടന്നു. തുടർന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ നടന്നാൽ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായുള്ള അകലം എത്ര? നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്ഷൻസ് മനസ്സിലാക്കണം. 4 ഡയറക്ഷൻസ്. ഓക്കെ, 4 ഡയറക്ഷൻസ് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് തെക്ക്, ഇത് വടക്ക്, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. ഇങ്ങനെയാണ് 4 ഡയറക്ഷൻസ് നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ബഷീർ 30 മീറ്റർ തെക്കോട്ട് നടന്നു. ബഷീർ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. തെക്കോട്ട്, അതായത് താഴേക്ക് 30 മീറ്റർ നടന്നു. ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ നടന്നു. അപ്പോൾ ഇങ്ങോട്ട് നടക്കുന്ന ആളുടെ വലതുഭാഗം ഇതും ഇടതുഭാഗം ഇതുമാണ്. ഓക്കെ, അപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ നടന്നു. ഇടത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ നടന്നു. ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് 15 മീറ്റർ നടന്നു. ഓക്കെ, അവൻ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ നടന്നു. അപ്പോൾ ഇങ്ങോട്ട് നടക്കുന്ന ആളെ വലതുഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങോട്ട് തിരിഞ്ഞ് 20 മീറ്റർ നടന്നു. 20 മീറ്റർ നടന്നു. തുടർന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ നടന്നു. അപ്പോൾ വീണ്ടും വലത്തോട്ട് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞ് 15 മീറ്റർ നടന്നു. 15 മീറ്റർ നടന്നു. എന്നാൽ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായിട്ടുള്ള അകലം. അപ്പോൾ തുടങ്ങിയത് ഇവിടെ നിന്നാണ്, ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്. നമുക്ക് കാണേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് മൊത്തം ഇത്രയും ഡിസ്റ്റൻസ് എത്ര? 30 മീറ്റർ ആണ്. പിന്നെ ഈ ഡിസ്റ്റൻസാണ് കാണേണ്ടത്. ഈ ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പോൾ ഇതെത്ര? 20. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 30 + 20 ആണ് അല്ലേ? 30 + 20 50 മീറ്റർ ആണെന്ത് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, x⁻y = y⁻x കൂടാതെ x = 2y എങ്കിൽ y = ഡാഷ്. x⁻y = y⁻x ആണ്. കൂടാതെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് x = 2y ആണ്. നമുക്ക് കാണേണ്ടത് y ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ y കാണേണ്ടത് കൊണ്ട് തന്നെ നമ്മളെ ഈ ഇക്വേഷനിൽ x⁻y = y⁻x എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? നമുക്ക് തന്നിരിക്കുന്ന 2y കൊടുക്കുക. അപ്പോൾ ഇവിടെ x⁻y എങ്ങനെ എഴുതാം? എക്സിൻ്റെ സ്ഥാനത്ത് 2y കൊടുക്കുക. 2y⁻y എന്ന് എഴുതാം. ഈക്വൽ ടു y⁻x സ്ഥാനത്ത് 2y എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 2y ഇൻറ്റു y⁻y ഈക്വൽ ടു y⁻2y എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2y ഈക്വൽ ടു y⁻2y ഡിവൈഡഡ് ബൈ y⁻y എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ y⁻y വെട്ടും, ഇതിലൊരു y വെട്ടിപ്പോയാലും പിന്നെ ഇവിടെ y⁻y എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് 2y ഈക്വൽ ടു y⁻y എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എക്സ്പോണൻഷ്യൽ രണ്ടും എന്താണ്? y ആണ്, സെയിമാണ്. അപ്പോൾ ബേസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. 2 = y. വൈയുടെ വാല്യൂ എത്രയാണ്? 2. നമ്മൾ ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എത്ര കാലം കൊണ്ട് 2400 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ 2646 രൂപയാകും? അപ്പോൾ 2400 രൂപ 5% പലിശ നിരക്കിൽ കൂട്ടുപലിശയാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണക്കാക്കുന്നത്. ഓക്കെ, കൂട്ടുപലിശ എത്ര കാലം കൊണ്ട് എത്ര രൂപയാകും?
2646 രൂപയാകും. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് എത്രയാണ്? 2400-ഉം 2646-ഉം തമ്മിലുള്ള വ്യത്യാസം 246 രൂപയാണ് ഇവിടെ എന്ത് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2400 രൂപയ്ക്ക് എത്ര കാലം കൊണ്ടാണ് 246 പലിശ വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2400 രൂപ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പലിശ എത്രയാവും? 5%. 2400-ൻ്റെ 5% എത്ര വരിക? 2400-ൻ്റെ 10% 240. കാരണം നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു 0 പോകും അല്ലേ? അപ്പോൾ 240 ആണ് എന്ത്? 10%. നമുക്ക് 5% വേണ്ടത്. അപ്പോൾ 5% എത്രയാക്കണം? ഇതിൻ്റെ പകുതി 120 ആയിരിക്കും വരിക അല്ലേ? അപ്പോൾ 1-ാം വർഷം അവസാനം ഇൻട്രസ്റ്റ് 120 രൂപ ഉണ്ടാവും. നമുക്ക് 246 എപ്പോഴാവുക എന്നാണ് നോക്കേണ്ടത്. ഇനി 2-ാം വർഷം എത്ര ഉണ്ടാവും? ഇതിൻ്റെ 5% ഉണ്ടാവും, 120 ഉണ്ടാവും. പ്ലസ് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്ക് ആയതുകൊണ്ട് 1-ാമത്തെ വർഷത്തെ പലിശയുടെ പലിശ ഉണ്ടാവും. അതാണ് കൂട്ടുപലിശ അല്ലേ? ദാറ്റ് മീൻസ് 120-ൻ്റെ 5%. 120-ൻ്റെ 5% ഉണ്ടാവും. അത് എത്ര വരിക? 120-ൻ്റെ 10% 12. 5% എന്ന് പറയുമ്പോൾ 12-ൻ്റെ പകുതി. 12-ൻ്റെ പകുതി എത്ര? 6. ഓക്കെ, അപ്പോൾ 2 വർഷമായി. 2 വർഷം കഴിഞ്ഞപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ്? 120 + 120 + 6. 120 240 + 6 246. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് 2 വർഷം കൊണ്ട് എത്രയായി? 246. നമുക്ക് അതന്നെയല്ലേ വേണ്ടത്? ഇൻട്രസ്റ്റ് എപ്പോഴാണ് 246 ആവുക എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോഴാണ് 2646 രൂപ ആവുക ടോട്ടൽ റിട്ടേൺ. ഓക്കെ, അപ്പോൾ എത്ര കാലം കൊണ്ടാണ് ഇവിടെ പലിശ ആവുന്നത്? 2 വർഷം കൊണ്ട്, 2 years. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ബി 2 എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ 2 വർഷം എന്നാണ് വേണ്ടിയിരുന്നത്. അടുത്ത ചോദ്യം, 1 - 1/2 + 1/2 സ്ക്വയർ - 1/2 ക്യൂബ് പ്ലസ് എക്സെട്രാ ഈക്വൽ ടു വാട്ട്? 1 - 1/2 + 1/2 സ്ക്വയർ - 1/2 ക്യൂബ് പ്ലസ് 1/2⁴ - 1/2⁵ അങ്ങനെ പോകും. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സീരീസ് പരിശോധിച്ചാൽ ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം എക്സെട്രാ അങ്ങനെ പോകും. ഓക്കെ, ഇതൊരു ജോമെട്രിക് സീരീസാണ്. ജോമെട്രിക് സീരീസ് എന്ന് പറഞ്ഞാൽ, അരിതമെറ്റിക് സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സംഖ്യ ആഡ് ചെയ്ത് കൂട്ടി പോകും. അതിന് നമ്മൾ കോമൺ ഡിഫറൻസ് എന്നാണ് പറയാം അല്ലേ? അതായത് a + d, a + 2d അങ്ങനെ പോകും. പക്ഷേ ഇത് ജോമെട്രിക് സീരീസാണ്. ഇവിടെ കൂട്ടി പോവല്ല ചെയ്യുക, പ്ലസ് ചെയ്ത് പോവല്ല ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്താണ് പോവുക. ഓക്കെ, ഒരു പ്രത്യേക സംഖ്യ ഓരോ ടേമിൻ്റെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പോകും. അതായത് ഫസ്റ്റ് ടേം a ആണെങ്കിൽ രണ്ടാമത്തെ ടേം a × r, മൂന്നാമത്തെ ടേം a × r², അങ്ങനെയാണ് പോവുക. ഓക്കെ, ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം a × r, തേർഡ് ടേം a × r², ഫോർത്ത് ടേം a × r⁻³ അങ്ങനെ പോകും. ഈ 6 ആണെന്ത്? കോമൺ മൾട്ടിപ്ലയർ. ഈ 6 ഇതിലെത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത് ആദ്യം. ഇവിടെ കോമൺ ആയിട്ട് ഉള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് -1/2 കിട്ടുക? -1/2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്താലാണ് -1/2 കിട്ടുക. -1/2-നെ വീണ്ടും -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ +1/2² കിട്ടും. ഓക്കെ, 1/2² വീണ്ടും -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -1/2³ കിട്ടും. അപ്പോൾ ഇവിടെ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 6 എന്ന് പറഞ്ഞാൽ -1/2 ആണ്. ഓക്കെ, ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേം 1 ആണ്. അപ്പോൾ നമുക്കറിയാം സം ഓഫ് n ജോമെട്രിക് സീരീസിൽ സം ഓഫ് n ടേംസ് എന്ന് പറഞ്ഞാൽ Sn = a/1 - r ആണ്. ഇവിടെ a ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 - r എന്ന് പറഞ്ഞാൽ -1/2 ആണ്. അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസും പ്ലസ് ആവും. 1/1 + 1/2 എന്ന് വരും. ദാറ്റ് ഈസ് 1/1 + 1/2 എന്ന് പറഞ്ഞാൽ 1 × 2, 2 + 1 3, 3/2 എന്ന് പറയും. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 2/3 എന്ന് എഴുതാം. അപ്പോൾ സം എത്രയാണ്? 2/3 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ.
അടുത്ത ചോദ്യം, ഒരു മാസത്തെ 7-ാം തീയതി തിങ്കളാഴ്ചയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ദിവസമാണ് ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ളത്? ഒരു മാസത്തിൽ 7-ാം തീയതി തന്നിട്ടുണ്ട്. 7-ാം തീയതി ഏതാണ് ദിവസം? തിങ്കളാണ്. അങ്ങനെയാണെങ്കിൽ ആ മാസത്തിൽ 5 തവണ വരാൻ സാധ്യതയുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം നമ്മളെ മാസങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓരോ മാസത്തിലും 30 ദിവസം അല്ലെങ്കിൽ 31 ദിവസം. ഫെബ്രുവരി മാസം 28 ദിവസമാണ് ഉള്ളത്. ഓക്കെ, സാധാരണ എല്ലാ മാസത്തിലും 7 ആഴ്ചകൾ ഉണ്ടാവും. 7 ആഴ്ചകൾ. ഒരു വീക്ക് എന്ന് പറയുന്നത് 7 ദിവസമാണ്. ഓക്കെ, അതായത് 4 ആഴ്ചകൾ കഴിയുമ്പോൾ എത്ര ദിവസമാകും ഒരു മാസത്തിൽ? ഒരാഴ്ചയിൽ 7 ദിവസമാണ് അല്ലേ? അപ്പം 4 × 7 ദിവസങ്ങൾ 28 ദിവസം കഴിയുമ്പോഴേക്കും 4 വീക്കുകൾ കഴിയും. ഓക്കെ, പിന്നെ 28 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ ദിവസം 29-ാമത്തെ ദിവസമാണ് മാസത്തിലെ. പിന്നെ 30-ാമത്തെ ദിവസമാണ്. 31 ഉണ്ടെങ്കിൽ പിന്നെ 31-ാമത്തെ ദിവസമാണ്. ഓക്കെ, അപ്പോൾ 28 വരെയുള്ള ദിവസങ്ങളാകുമ്പോഴേക്കും 4 ആഴ്ചകൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാ ദിവസങ്ങളും 4 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. തിങ്കളാണെങ്കിൽ 4 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. ബുധനാണെങ്കിൽ 4 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം 4 ഫുൾ വീക്കുകൾ കഴിയും. പിന്നെ 29-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ആ മാസത്തിലെ 1-ാം തീയതിക്കത്തെ ദിവസമായിരിക്കും. മനസ്സിലായോ? അതേപോലെ തന്നെ 30-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ആ മാസത്തിലെ 2-ാം തീയതിക്കത്തെ ദിവസമായിരിക്കും. 31-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ആ മാസത്തിലെ 3-ാം തീയതിക്കത്തെ ദിവസമായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 7-ാം തീയതി, ഒരു മാസത്തിലെ 7-ാം തീയതി തിങ്കളാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ ആ മാസം 5 ദിവസങ്ങൾ വരാൻ സാധ്യതയുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുള്ളത്? 5 ദിവസം വരാൻ സാധ്യതയുള്ള ദിവസം 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതിയാണ്. ഇപ്പോൾ 30 ദിവസമുള്ള ദിവസങ്ങളാണെങ്കിൽ 2-ാം തീയതി വരെ വരുള്ളൂ. 31 മാസമാണെങ്കിൽ 3-ാം തീയതിക്കത്തെ ദിവസം കൂടി 5 തവണ വരും. അപ്പോൾ 1-ാം തീയതിക്കത്തെ ദിവസം 5 തവണ വരും. 2-ാം തീയതിക്കത്തെ ദിവസം 5 തവണ വരും. 31 മാസമാണെങ്കിൽ 3-ാം തീയതിക്കത്തെ ദിവസം 5 തവണ വരും. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഈ മാസത്തിലെ 1-ാം തീയതിക്കത്തെ ദിവസം എത്രയാണ്, 2-ാം തീയതിക്കത്തെ ദിവസം എത്രയാണ്, 3-ാം തീയതിക്കത്തെ ദിവസം എത്രയാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ 7-ാം തീയതി തിങ്കളാഴ്ചയാണ്. അപ്പോൾ 1-ാം തീയതി കിട്ടണമെങ്കിൽ തിങ്കളിൽ നിന്ന് എത്ര ദിവസം കുറക്കണം? 6 ദിവസം കുറക്കണം. അപ്പോഴല്ലേ 1-ാം തീയതി ഉള്ളൂ. 7-ാം തീയതി 6 ദിവസം കുറച്ചാലേ നമുക്ക് 1-ാം തീയതി കിട്ടുള്ളൂ. തിങ്കളാഴ്ചയിൽ നിന്ന് 6 ദിവസം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുധനാണ് കിട്ടുക. ബുധൻ. 2-ാം തീയതി വ്യാഴം. 3-ാം തീയതി വെള്ളി. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ ബുധനോ വ്യാഴോ വെള്ളിയോ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓപ്ഷൻ സി എന്താണ്? വ്യാഴാണ്. അപ്പോൾ വ്യാഴം എത്ര തവണ വരും? 5 തവണ വരും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ.